ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സി പ്രോഗ്രാമിംഗ് ആണ്. നമുക്ക് ധാരാളം റിക്വസ്റ്റുകൾ വന്നായിരുന്നു സി പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് സി പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യണം. സോ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയുന്ന ഒരു ഭാഷയാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ സി പഠിച്ചിരിക്കുന്നാൽ, അതായത് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും നമുക്ക് ഈസി ആയിട്ട് പിന്നീട് പഠിക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയുടെ ഒരു സ്ട്രക്ചറാണ് ഓൾമോസ്റ്റ് എവറി പ്രോഗ്രാമിംഗ് ലാംഗ്വേജും യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിശയകരമായ ഒരു കാര്യം. സി എന്ന് പറയുന്ന ലാംഗ്വേജ് വളരെ വളരെ മികച്ച ഒരു ലാംഗ്വേജ് തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഡെനിസ് റിച്ചി എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റാണ്, അദ്ദേഹമാണ് പ്രോഗ്രാമിംഗ് ഭാഷ നിർമ്മിച്ചത്. ഈ ഒരു ലാംഗ്വേജ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സി പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ക്രോം ബ്രൗസറാണ്. ഈ ക്രോം ബ്രൗസർ എഴുതിയിരിക്കുന്നത് സിയിലാണ്, അതിൻ്റെ കോർ എഴുതിയിട്ടുള്ളത് സി ആൻഡ് C++. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങൾ, അതിലെ എംബഡഡ് സിസ്റ്റങ്ങളിലെല്ലാം സി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഒരു രാജാവായിട്ട് മുന്നോട്ട് ഇപ്പോഴും കുതിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ സി പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് പ്രോഗ്രാമർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിരിക്കും സി എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു അക്കാഡമിക് കോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഫോർ എക്സാമ്പിൾ ഡിഗ്രി ലെവലിൽ പോവുകയാണെങ്കിൽ BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc IT, MCA, BTech തുടങ്ങിയ എല്ലാ കോഴ്സുകളിലും സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാനുണ്ടായിരിക്കും നിങ്ങളുടെ സബ്ജക്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഈ സി പ്രോഗ്രാം എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ഒന്ന്, കമ്പ്യൂട്ടർ കൈവശമുള്ളവർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു രീതി. രണ്ടാമത്, മൊബൈൽ ഫോണോ ഏതെങ്കിലും ഡിവൈസുകളോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് പഠിക്കാവുന്ന രീതി. അപ്പോൾ രണ്ട് രീതികളും ഞാൻ പറയാം. പിന്നെ വ്യത്യസ്തമായ രീതിയിൽ ഇത് റൺ ചെയ്യാനും സാധിക്കും, അത് നമുക്ക് നോക്കാം. സി പ്രോഗ്രാം റൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉള്ള ബ്രൗസർ യൂസ് ചെയ്തിട്ട് ഇൻ്റർനെറ്റ് വഴിയും ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഈ ഒരു പഠിപ്പിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന പ്രോഗ്രാം ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. ഇത് ആദ്യത്തെ ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എങ്ങനെ ഓൺലൈനായിട്ട് നമുക്കത് എങ്ങനെ കമ്പൈൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ കോഡ് ഇൻസ്ട്രക്ഷൻസ് എഴുതുകയാണ്. പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുറേയധികം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്, അതിനനുസരിച്ച് നമ്മുടെ കമ്പ്യൂട്ടർ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലേ? ആ റെസ്പോൺസിൽ എന്തൊക്കെ കാണും? നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നൽകുന്നു, അത് സോൾവ് ചെയ്ത് തിരിച്ച് നമുക്ക് തരുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, അതിനെ കമ്പൈൽ ചെയ്യണം, റൺ ചെയ്യണം. ഈ പ്രോസസ്സുകളെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് റെസ്പോൺസ് ലഭിക്കുക. ഓക്കെ, അതിനായിട്ട് ഞാൻ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യണം ഓൺലൈൻ സി കമ്പൈലർ എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോഴേക്കും ഒരു രണ്ടാമത്തെ റിസൾട്ടായിട്ട് ഓൺലൈൻ സി കമ്പൈലർ എന്ന് കിടപ്പുണ്ട്, അതിലേക്ക് ക്ലിക്ക് ഞാൻ ചെയ്യുന്നു. അപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും ഓൾറെഡി ഒരു സി പ്രോഗ്രാം ഈ ഒരു വെബ്സൈറ്റ് തന്നെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റ് നമുക്കവിടെ കാണാൻ സാധിക്കും ഓൺലൈൻ GDB.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണ്. ഇതുപോലെ പല വെബ്സൈറ്റുകളും സി കമ്പൈലർ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു പ്രോഗ്രാം കാണാൻ സാധിക്കും. ഈ പ്രോഗ്രാം എന്താണെന്ന് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഗ്രീൻ ബട്ടണിൽ റൺ ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രോഗ്രാം താഴെ റൺ ചെയ്ത് ഔട്ട്പുട്ട് നമുക്ക് കാണാൻ സാധിക്കും ഹലോ വേൾഡ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത രീതി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ID ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് സി പ്രോഗ്രാം റൺ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ അടുത്തത് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗീനി എന്ന് പറയുന്ന ഒരു IDE-യാണ്. അപ്പോൾ ഈ ഒരു ID സൗജന്യമായിട്ട് ഓപ്പൺ സോഴ്സ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ID നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ID ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ Geany.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുക. ഈ ഒരു ഗീനി എന്നുള്ള വാക്ക് ഞാൻ ഗീനി എന്നാണ് പൊതുവെ പറയുന്നത്. ഇനി ജീനി എന്നാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജീനി എന്ന് പറയാം. എങ്ങനെ വേണമെങ്കിലും പ്രൊനൗൺസ് ചെയ്യാൻ ഡസൻറ്റ് മാറ്റർ അറ്റ് ഓൾ. ഈ ഒരു ID ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണമായിട്ടുണ്ട്. അത് വിൻഡോസ് ആയാലും ലിനക്സ് ആയാലും അതുപോലെ തന്നെ മാക് ആയാലും ഏത് കമ്പ്യൂട്ടർ ആണെങ്കിലും ഈ ഒരു സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. ഇത് ഡൗൺലോഡ് ചെയ്തത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാം. കൂടാതെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു കമ്പൈലറാണ്. അതാണ് GCC കമ്പൈലർ എന്ന് പറയും. GCC കമ്പൈലർ. ഓക്കെ, GNU കമ്പൈലർ. GCC എന്ന് പറയുന്നത് GNU കമ്പൈലർ കളക്ഷൻ എന്നാണ് പറയുക. ഈ ഒരു കമ്പൈലറും നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എങ്ങനെ ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ളത് നമ്മുടെ C++ പ്ലേലിസ്റ്റിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓൾറെഡി ഞാനിവിടെ മാക്കാണ് യൂസ് ചെയ്യുന്നത്. പ്രോഗ്രാമിംഗ് എല്ലാ കമ്പ്യൂട്ടറിലും ഒരുപോലെ തന്നെയാണ്, കാരണം അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ വിൻഡോസിലാണേലും ലിനക്സിലാണേലും മാക്കിലാണേലും ഏത് കമ്പ്യൂട്ടറിലാണേലും ഈ ടൂൾസുകളെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെ നമുക്ക് സി പ്രോഗ്രാം എഴുതാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ജീനി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം പ്രോഗ്രാം എഴുതാൻ പോകുന്നത്. കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജീനി എന്ന് പറയുന്ന IDE ഞാൻ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ അതിമനോഹരമായ ഒരു IDE കാണാനായിട്ട് സാധിക്കുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ പ്രോഗ്രാം എഴുതി നൽകുന്നത്. നമ്മൾ എഴുതുന്ന പ്രോഗ്രാം നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ സ്റ്റോർ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഡ്രൈവിൽ ഈ പ്രോഗ്രാം സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഞാനിവിടെ ഒരു ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. സി പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒരു ഫോൾഡറാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലായിരിക്കും എൻ്റെ പ്രോഗ്രാംസ് എല്ലാം ഞാൻ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഗീനിയിൽ ഇനി നമ്മൾ പ്രോഗ്രാം എഴുതുകയാണ് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് എഴുതുന്നതിന് മുൻപ് തന്നെ ഇത് സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഫയലിൽ നിന്ന് സേവ് നൽകുന്നു. നമ്മുടെ ഡെസ്ക്ടോപ്പിൽ വരിക. അതിനുശേഷം നമ്മുടെ സി പ്രോഗ്രാം എന്ന് പറയുന്ന ഫോൾഡറിൽ വരിക. എന്നിട്ട് ഞാനിവിടെ ഒരു പേര് നൽകുന്നു, hello.c. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് സി പ്രോഗ്രാമിങ്ങിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .c എന്നായിരിക്കും. അപ്പോൾ അത് മറക്കാതിരിക്കുക. ആ പ്രോഗ്രാമിൻ്റെ എൻഡിൽ .c എന്ന് നൽകി സേവ് ചെയ്യാം. ഓക്കെ, സി പ്രോഗ്രാമിലേക്ക് സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ പ്രോഗ്രാം എഴുതുക എന്നുള്ളതാണ് ഇനി അടുത്ത നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ ഞാൻ ഓരോ ഇൻസ്ട്രക്ഷൻസും നൽകുകയാണ്. ഇത് എന്താണെന്ന് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് പ്രോഗ്രാം എഴുതാം. #include stdio.h int main. അതിൻ്റെ മെയിൻ ഫംഗ്ഷനാണ്. ഇത് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അത് ഞാൻ അതുപോലെ തന്നെ ക്ലോസും ചെയ്തു. ക്ലോസ് ചെയ്തതിന് തൊട്ട് മുൻപ് ഞാൻ അവിടെ നൽകുന്ന റിട്ടേൺ 0 എന്ന് നൽകി. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് എനിക്ക് ഹലോ എന്നാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ നൽകുന്നു പ്രിൻറ്റ് f ഹലോ എന്ന് നൽകുന്നു. സിയിൽ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും എൻഡ് ചെയ്യുന്നത് സെമിക്കോളൻ യൂസ് ചെയ്തിട്ടായിരിക്കും. ഞാൻ സെമിക്കോളൻ നൽകി. അതിനുശേഷം ഞാൻ വീണ്ടും ഫയലിൽ നിന്ന് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ പ്രോഗ്രാം എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിൽഡ് എന്ന ഓപ്ഷനിൽ നിന്നും നമ്മൾ എടുക്കാൻ പോകുന്നത് ബിൽഡ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോഴേക്കും നമുക്കിവിടെ കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനുശേഷം വീണ്ടും ഈ ബിൽഡ് എന്ന് പറയുന്ന സെയിം മെനുവിൽ നിന്ന് തന്നെ എക്സിക്യൂട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ പ്രോഗ്രാം ഹലോ എന്ന് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇതിൻ്റെ മുകളിൽ വശത്ത് എഴുതിയിരിക്കുന്നത് ഈ ഒരു സെക്ഷനിലുള്ളത് നിങ്ങൾ നോക്കണ്ട, അതൊക്കെ സിസ്റ്റം ജനറേറ്റഡ് കാര്യങ്ങളാണ്, അത് നോക്കണ്ട. നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഹലോ എന്ന് പറയുന്നതാണ്. നമ്മൾ എൻ്റർ പ്രസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രോഗ്രാം കംപ്ലീറ്റഡ് ആയി, നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അതോടുകൂടി നമ്മുടെ പ്രോഗ്രാം ടെർമിനേറ്റും ചെയ്തു. നമ്മൾ സി പ്രോഗ്രാം എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ 3 ഫയലുകൾ കാണാൻ സാധിക്കും. hello.c എന്ന് പറയുന്നൊരു ഫയൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ hello.o എന്ന് പറയുന്നൊരു ഫയൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു എക്സിക്യൂട്ടബിൾ ഫയലും കാണാനായിട്ട് സാധിക്കും. ഗ്നു കമ്പൈലർ കളക്ഷൻ്റെ ഭാഗമായ GCC യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെയും നമ്മുടെ പ്രോഗ്രാം കമ്പൈൽ ചെയ്യപ്പെട്ടത്. ഇനി നമുക്ക് നമ്മുടെ ടെർമിനൽ യൂസ് ചെയ്തിട്ട്, അതായത് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ടും സി പ്രോഗ്രാം നമുക്ക് ബിൽഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഇതേ പ്രോഗ്രാം തന്നെ എങ്ങനെ നമുക്ക് വീണ്ടും കമ്പൈൽ ചെയ്യാം എന്ന് നോക്കാം. അതിനിടെ ഞാൻ ഈ സി പ്രോഗ്രാമിലുള്ള ഇത് ഓപ്ഷണലാണ്. ഈ ഒരു രീതിയിൽ ഈ ഒരു ID യൂസ് ചെയ്തിട്ട് നമ്മുടെ വരും ലെസണുകൾ ഫോളോ ചെയ്യുന്നവർ അത് ഫോളോ ചെയ്യുക. ഇനി അതല്ല, എനിക്ക് കമാൻഡ് ലൈൻ വഴി ചെയ്താൽ മതി, അതായത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഒന്നും എനിക്ക് വേണ്ട, ജസ്റ്റ് കമാൻഡ്സ് അടിച്ചിട്ട് എനിക്ക് സി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്താൽ മതി എന്നുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ കൂടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നത്. ഇവിടെ ഞാൻ hello.oയും അതുപോലെ തന്നെ ഹലോ എന്ന എക്സിക്യൂട്ടബിൾ ഫയലും ഡിലീറ്റ് ചെയ്തു. ഈ hello.c മാത്രമാണ് എനിക്കിവിടെ ഉള്ളത്. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നു. വിൻഡോസിലാണെങ്കിൽ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് ആയിരിക്കും ഇതിന് യൂസ് ചെയ്യുക. ഓക്കെ, ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഞാൻ GCC --വേർഷൻ എന്ന് നൽകുന്നു. ഓക്കെ, അപ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ GCC കമ്പൈലർ, GCCയുടെ ഏത് വെർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് GCC യൂസ് ചെയ്തിട്ട് നമുക്ക് C++ പ്രോഗ്രാമും കമ്പൈൽ ചെയ്യാനായിട്ടും റൺ ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാനിത് ക്ലിയർ ചെയ്യണം. ഞാൻ എൻ്റെ ഡയറക്ടറി ചേഞ്ച് ചെയ്തിട്ട് സി പ്രോഗ്രാമിലേക്ക് മാറ്റും. ഓക്കെ, ഇപ്പം LS പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൽ hello.c എന്ന് പറയുന്ന ഫയൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനത് കമ്പൈൽ ചെയ്യാനായിട്ട് GCC hello.c എന്ന് നൽകുന്നു. ഓക്കെ,
നമ്മൾ ഈ ഒരു കമാൻഡിന് ശേഷം നമ്മുടെ സി പ്രോഗ്രാം എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് a.out എന്ന് പറയുന്ന ഒരു ഫയൽ ജനറേറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫയൽ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്, നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്നത്. ഓക്കെ, അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡോട്ട് നൽകുക, അതിനുശേഷം ഒരു സ്ലാഷ്, അതിനുശേഷം a.out എന്ന് നൽകുക. ഔട്ട്പുട്ട് ഇവിടെ കാണാൻ സാധിക്കും, ഹലോ എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ കമാൻഡ് ലൈൻ യൂസ് ചെയ്തിട്ട് നമുക്ക് സി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ നമ്മൾ കുറേയധികം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കണ്ടു. ഹാഷ് ഇൻക്ലൂഡ് നൽകി, ഇൻറ്റ് മെയിൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നൽകി. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ഒരു പ്രോഗ്രാമിലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും അല്ലെങ്കിൽ ഓരോ ഇൻസ്ട്രക്ഷൻസുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് പറയുന്നത് എന്താണ്. അതായത് ഈ ഒരു കേസ് പറയുകയാണെങ്കിൽ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ ഒരു ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സി പ്രോഗ്രാമിങ്ങിൽ ആവശ്യമായിട്ടുള്ള ലൈബ്രറിയെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈബ്രറി എന്ന് പറയുന്നത് stdio.h എന്ന് പറയുന്ന ഒരു ഹെഡർ തന്നെയാണ്, അല്ലെങ്കിൽ ആ stdio എന്ന് പറയുന്ന ലൈബ്രറിയാണ്. ഓക്കെ, അപ്പോൾ ആ ലൈബ്രറി നമ്മുടെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഈ printf പോലുള്ള ഫങ്ഷനുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണ്, ഈ stdioയിലാണ് ഇതിനെയൊക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക്, അതായത് നമുക്കൊരു ഇൻപുട്ട് നൽകാനും സ്വീകരിക്കാനും ഒക്കെ ഏത് ഫങ്ഷൻസുകൾ ആവശ്യമാണ്, ഇതുപോലുള്ള printf, scanf പോലുള്ള ഫങ്ഷനുകൾ ആവശ്യമാണ്, അതിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വേണം എന്ന് നമ്മൾ കമ്പൈലറിലേക്ക് പറയുകയാണ്. ഞാനിത് പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് ഉള്ള ഇൻസ്ട്രക്ഷൻസ് നൽകുമ്പോൾ ഞാൻ ഈ scanf, printf ഒക്കെ നൽകും. അപ്പോൾ അതിനെല്ലാം എനിക്ക് ആക്സസ് ചെയ്യാനായിട്ട് കഴിയണം. അതിനാണ് നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് നൽകിയിരിക്കുന്നത്. ഇത് stdio എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ആണ്. ഓക്കെ, അതൊരു ലൈബ്രറിയാണ്. അപ്പോൾ ആ ലൈബ്രറി കൊണ്ടുവരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ printfഉം അതുപോലുള്ള scanf പോലുള്ള വരും ലെസണുകളെ നമ്മൾ പഠിക്കും, അതൊക്കെ യൂസ് ചെയ്യാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ബിൽഡ് ചെയ്യുകയാണ്. അപ്പോഴേക്കും നമുക്ക് എററായിരിക്കും വരുന്നത്. കാരണം printf അതുപോലുള്ള സംഗതികളൊക്കെ എവിടെയാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരുന്നത്, stdio.h എന്ന് പറയുന്ന ലൈബ്രറിയിലാണ് അതെല്ലാം നിർവചിച്ചിരിക്കുന്നത്, അതായത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഈ ഒരു printf എന്ന് പറയുന്ന ഈ ഒരു ഈ ഫംഗ്ഷൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് എന്ത് വാല്യൂ പാസ് ചെയ്യുന്നു, എന്ത് കാര്യം നൽകുന്നു, അത് അതേപടി സ്ക്രീനിലേക്ക്, അതായത് നമ്മുടെ മോണിറ്ററിലേക്ക് അത് പ്രിൻറ്റ് ചെയ്യും, അതായത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതാണ് അതിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനെ പറ്റി യാതൊരു ഐഡിയയും കമ്പൈലറിനില്ല. എന്താണ് ഇത്, എവിടെ നിന്ന് വന്നതാണെന്നോ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഈ ഐഡിയ കൊണ്ടുവരിക, അതായത് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ എവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഈ ഒരു ലൈബ്രറിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു നൽകണം, നമ്മുടെ കമ്പൈലറിനോട് പറഞ്ഞു നൽകണം, ഞാനിത് യൂസ് ചെയ്യാൻ പോവുകയാണ്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടി എന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഓക്കെ, വീണ്ടും ഞാൻ പഴയ പോലെ നൽകുകയാണ് ഹാഷ് ഇൻക്ലൂഡ് stdio.h. ഇതൊരു ഹെഡർ ഫയലും കൂടെയാണ്. ഹെഡർ ആയതുകൊണ്ടാണ് നമ്മൾ .h എന്ന് നൽകിയത്. വീണ്ടും ഞാൻ സേവ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ പോയി ബിൽഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോഴേക്കും വീണ്ടും സക്സസ്ഫുള്ളായിട്ട് കമ്പൈൽ ചെയ്തു. അപ്പോൾ അതിന് മനസ്സിലായി printf ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ അതിൻ്റെ ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഞാൻ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാ സി പ്രോഗ്രാമിൻ്റെയും എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ ആയിരിക്കും. ഒരു ഫംഗ്ഷൻ എന്ന നമ്മൾ എങ്ങനെയാണ് പെട്ടെന്നൊരു ഫംഗ്ഷനാണെന്ന് മനസ്സിലാകുന്നത്, ഈ പാരന്തസിസ് കാണുമ്പോഴാണ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഫംഗ്ഷനാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിനിലാണ് സ്റ്റാർട്ടിങ്, അതായത് ഏത് സി പ്രോഗ്രാം എഴുതിയാലും അതിലൊരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മെയിൻ ഫംഗ്ഷനുള്ളിലായിരിക്കും നമ്മുടെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു മെയിൻ ഫംഗ്ഷനാണ്. ഈ മെയിൻ ഫംഗ്ഷനുള്ളിൽ നൽകുന്നതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യപ്പെടുക. ഓക്കെ, അതിനെയായിരിക്കും ഇത് ലിങ്ക് ചെയ്യുക. ഇനിയിപ്പോൾ വലിയൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പോലും അതിനെ ലിങ്ക് ചെയ്യുന്നത് എപ്പോഴും ഈ ഒരു മെയിൻ ഫംഗ്ഷനു ഉള്ളിലായിരിക്കും. ഓക്കെ, നമ്മുടെ സി പ്രോഗ്രാമിൻ്റെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഒരു മെയിൻ ഫംഗ്ഷൻ തന്നെയായിരിക്കും. ഇതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇൻറ്റ് എന്ന് നൽകിയിട്ടുണ്ട്. ഇൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഡേറ്റ ടൈപ്പാണ്. അതിനെ ഇൻറ്റീജർ വാല്യൂസിനെ മാത്രമായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് കഴിയുക. ഓക്കെ, അതിനെപ്പറ്റി പിന്നീട് നമ്മൾ വേരിയബിൾസിനെ പറ്റി പഠിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നീട് നമ്മുടെ സി പ്രോഗ്രാമിൽ
പ്രോഗ്രാമിൻ്റെ ഓപ്പണിംഗ് ബ്രേസ് ആണ്, അതുപോലെ തന്നെ ക്ലോസിംഗ് കേളി ബ്രേസും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് പ്രോഗ്രാം തുടങ്ങുന്നു, ഇതിനുള്ളിൽ എന്ത് നൽകുന്നു അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അതിനെ ആ ഇൻസ്ട്രക്ഷൻസിനെ കമ്പൈൽ ചെയ്യുന്നു, അതിനുശേഷം നമുക്ക് വേണ്ടി ബിൽഡ് ചെയ്ത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇത് ഓപ്പൺ ചെയ്തു, അതിനുള്ളിൽ നമ്മൾ എന്താണ് നൽകിയിരിക്കുന്നത്, പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്, നമ്മുടെ സ്ക്രീനിലേക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു വാല്യൂ, എന്തെങ്കിലും ഒരു ടെക്സ്റ്റോ ഒക്കെ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫംഗ്ഷനുള്ളിലേക്കായിരിക്കും പാസ് ചെയ്യുക. ഓക്കെ, ഈ ഡബിൾ കോഡ്സ് നൽകിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡബിൾ കോഡ്സിനുള്ളിൽ നൽകിയിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ആയിട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അതിനെ സ്ട്രിംഗ് എന്നാണ് പറയുക. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ സി പ്രോഗ്രാമിലെ സ്റ്റേറ്റ്മെൻറ്റുകളും സെമിക്കോണിലായിരിക്കും എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഇൻറ്റു മെയിന് സെമിക്കോൺ നൽകിയില്ല. അത് നൽകേണ്ട ആവശ്യമില്ല. അതിലേക്ക് നമ്മൾ ഒരു കുറേ അധികം കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ് അല്ലേ. അതിനെയാണ് നമ്മൾ ഓപ്പണിംഗ് ബ്രേസ് നൽകിയിരിക്കുന്നത്. അപ്പോഴേക്കും അവിടെ ആ ഒരു കേസിൽ നമുക്ക് സെമിക്കോണിൻ്റെ ആവശ്യകത ഇല്ല. പിന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും റിട്ടേൺ എന്ന് പറഞ്ഞാൽ നൽകിയിട്ടുണ്ട്. റിട്ടേൺ 0 സെമിക്കോളൻ എന്ന് നൽകിയിട്ടുണ്ട്. അതായത് ഇത് മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഈ ഒരു ഫംഗ്ഷന് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തിനാണ് ഈ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കാം. അതായത് നമ്മുടെ പ്രോഗ്രാം എൻഡ് ചെയ്തു, ഇതോടുകൂടി നമ്മുടെ പ്രോഗ്രാം എൻഡ് ചെയ്തു, ഇനി എക്സിക്യൂഷൻ നടക്കണ്ട എന്ന് നമ്മൾ കമ്പൈലറിനോട് പറയുകയാണ്. ഓക്കെ, അതിനാണ് നമ്മൾ ഈ ഒരു റിട്ടേൺ 0 എന്ന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്തിനാണ് നമ്മളിവിടെ റിട്ടേൺ 0 നൽകിയത്? 0 എന്തിനു കൊണ്ടുവന്നു? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻറ്റ് എന്നായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇൻറ്റ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എപ്പോഴും ഒരു ഇൻറ്റീജർ വാല്യൂസിനെ മാത്രമേ അതിന് ഔട്ട്പുട്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ടാണ് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത്. തുടർന്നുള്ള വീഡിയോസിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്കൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കോമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഈ ഒരു ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കൂടുതൽ വീഡിയോസ് എനിക്ക് ബിൽഡ് ചെയ്യാനായിട്ട് കഴിയില്ല. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയച്ച് എന്നോട് കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. മാക്സിമം ഞാൻ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.